Accountancy, Chapter 1, Question number 48, NCERT, page number 57, Exercise 17. From the following receipts and payments account of a club, prepare income and expenditure account for the year entered 31st March 2017 and the balance sheet as on that. ഇപ്പോൾ ഇവിടെ കറൻറ്റ് ഇയർ എന്ന് പറയുന്നത് 1st April 2016 to 31st March 2017. ഓപ്പണിംഗ് ഡേറ്റ് 1st April 2016 or 31st March 2016. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റും വരയ്ക്കുക. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് നന്നായി വായിച്ചു നോക്കുക. ഇതിൽ ലാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിരിക്കുന്ന ഡേറ്റ് തെറ്റുണ്ട്. അതായത് ഇതിൽ തന്നിരിക്കുന്നത് ഓൺ April 1st 2017 എന്നാണ്. അങ്ങനെയല്ല, ഓൺ April 1st 2016 എന്നാക്കി മാറ്റണം. ഇനി ഇതിലുള്ള ഓരോ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നോക്കാം. ദ ക്ലബ് ഹാസ് 100 members, ഈച്ച് പേയിങ് ആൻ ആനുവൽ സബ്സ്ക്രിപ്ഷൻ ഓഫ് ₹900. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 31st March 2016 were ₹3,600. അപ്പോൾ ഇവിടെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ സബ്സ്ക്രിപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് 75,000. അപ്പോൾ അതിൽ 3 വർഷത്തെ തന്നിട്ടുണ്ട്. പ്രീവിയസ് ഇയർ, കറൻറ്റ് ഇയർ, സക്സീഡിങ് ഇയർ. പ്രീവിയസ് ഇയറിൽ, അതായത് കഴിഞ്ഞ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ എത്രയായിരുന്നു? 2,000. ഇതേതാണ്? ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അഡ്ജസ്റ്റ്മെൻറ്റിലും ഒരു ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് തന്നിട്ടുണ്ട്. അതായത് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 31st March 2016. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ഏതൊക്കെ ഡേറ്റിലാവാം? 1st April 2016 ആവാം, അല്ലെങ്കിൽ 31st March 2016 ആവാം. അപ്പോൾ ഇവിടെ രണ്ട് സൈഡിലും ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളതിനെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയായിരിക്കണം? കഴിഞ്ഞ വർഷം ഔട്ട്സ്റ്റാൻഡിങ്ങിൽ ഉണ്ടായിരുന്നത് 3,600 ആണ്. അപ്പോൾ അതെന്ത് ചെയ്യണം? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എഴുതണം. ഈ എമൗണ്ടിൽ ഈ വർഷം റിസീവ് ചെയ്തത് എത്രയാണ്? 2,000 ആണ്. അപ്പോൾ 75,000 നിന്നും ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞ് ലെസ് ചെയ്യേണ്ട എമൗണ്ട് എത്രയായിരിക്കണം? 2,000 ആയിരിക്കണം. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ 3,600 എഴുതാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ 2,000 ലെസ് ചെയ്യാം. ഇനി നമുക്കറിയാം 3,600 2,000 ആണ് ലെസ് ചെയ്തിരിക്കുന്നത്. ബാക്കി എത്രയും കൂടി റിസീവ് ചെയ്യാനുണ്ട്? 1,600 പെൻഡിങ്ങിലുണ്ട്. അതെന്ത് ചെയ്യണം? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കണം. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ 3,600, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ലെസ് ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ ഓപ്പണിംഗ് 2,000. ഇനി അതിൽ ബാക്കി എത്രയുണ്ട്? 1,600. അത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതി. നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൽ 2017 to 18, അതായതാണ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്, ലെസ് ചെയ്യണം. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ എഴുതണം. ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒരു മെമ്പേഴ്സിനെയും ആനുവൽ സബ്സ്ക്രിപ്ഷനെയും കുറിച്ച് പറയുന്നുണ്ട്. അതായത് ദ ക്ലബ് ഹാസ് 100 members, ഈച്ച് പേയിങ് ആൻ ആനുവൽ സബ്സ്ക്രിപ്ഷൻ ₹900. നമുക്ക് തന്നിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ വർഷം കളക്ട് ചെയ്യേണ്ട സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ഓരോ വർഷം കളക്ട് ചെയ്ത് കിട്ടേണ്ട സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട് എത്രയാണ്? 900 × 100. അപ്പോൾ എത്ര വരും? 90,000 ആണ്. അതിൽ ഈ വർഷം കളക്ട് ചെയ്തിരിക്കുന്ന, കറൻറ്റ് ഇയറിൽ കളക്ട് ചെയ്തിരിക്കുന്ന എമൗണ്ട് എത്രയാണ്? 70,000 ആണ്. അപ്പോൾ ബാക്കി എത്രയും കൂടി റിസീവ് ചെയ്യാനുണ്ട്? 20,000 റിസീവ് ചെയ്യാനുണ്ട്. അതെന്തായിരിക്കും? ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരിക്കും. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ആഡ് ചെയ്യുക. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എഴുതാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്പറും ഫീസും തന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓരോ കറൻറ്റ് ഇയറിലും കളക്ട് ചെയ്ത് കിട്ടേണ്ട സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനൊരു ഇൻഫോർമേഷൻ തരുന്നത്. അങ്ങനൊരു ഇൻഫോർമേഷൻ തന്നു കഴിഞ്ഞാൽ അതിൽ മുഴുവനായിട്ട് കളക്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ടോ, ബാക്കി ഔട്ട്സ്റ്റാൻഡിങ് എത്രയാണ് എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് ഒന്ന് നോക്കി നോക്കാം. ഓരോ വർഷം, അതായത് കറൻറ്റ് ഇയറിൽ ഓരോ വർഷം റിസീവ് ചെയ്യേണ്ട എമൗണ്ട് എത്രയാണ്? 90,000. അതിൽ കറൻറ്റ് ഇയറിൽ റിസീവ് ചെയ്തത് എത്രയാണ്? 70,000. ബാക്കി എത്രയും കൂടി കളക്ട് ചെയ്ത് കിട്ടാനുണ്ട്? 20,000. അപ്പോൾ കറൻറ്റ് ഇയറിൽ ഈ വർഷം കളക്ട് ചെയ്ത് കിട്ടാനുള്ള സബ്സ്ക്രിപ്ഷൻ എത്രയായിരുന്നു? 20,000 ആണ്. കഴിഞ്ഞ വർഷം കളക്ട് ചെയ്ത് കിട്ടാനുള്ള എമൗണ്ട് എത്രയായിരുന്നു? 3,600 ആയിരുന്നു. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറൊക്കെ ഉള്ള സബ്സ്ക്രിപ്ഷൻ 75,000, ലെസ് ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ 2,000, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 3,000, ആഡ് ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ 20,000. അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ടോട്ടൽ എമൗണ്ട് ഔട്ടർ കോളത്തിൽ എഴുതാം. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 3,000, ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ ഓപ്പണിംഗ് 1,600, ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ ക്ലോസിംഗ് 20,000. നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓൺ 31st March 2017 സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് ടു ₹1,000. ഏതാണ്? ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ആഡ് ചെയ്യുക. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ എഴുതാം. സാലറി പെയ്ഡ് ഇൻക്ലൂഡ് ₹1,000 ഫോർ ദിയർ 2016. 16 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം
പ്രീവിയസ് ഇയർ ആണ്, കഴിഞ്ഞ വർഷത്തെയാണ്. അപ്പോൾ സാലറി പെയ്ഡ് എത്രയാണ്? 16,000 ആണ്. അതിൽ 1,000 ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഏത് വർഷത്തെയാണ്? കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ്ങിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ കൊടുത്തതാണ്. അപ്പോൾ അതെന്ത് ചെയ്യണം? ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് സാലറിയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ലെസ് ചെയ്യാം. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ എഴുതാം. നെക്സ്റ്റ് വൺ, ഓൺ April 1st, 2016, the club owned land and building 25,000, furniture 2,600, book 6,200. ഇതെല്ലാം ഓപ്പണിംഗ് ബാലൻസുകളാണ്. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതാം. ഈ അസറ്റ്സുകളെല്ലാം വിറ്റ് പോയിട്ടില്ലെങ്കിൽ എവിടെയും കൂടെ എഴുതിയിരിക്കണം? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതിയിരിക്കണം. അപ്പോൾ നമ്മൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ അസറ്റ്സ് എഴുതുമ്പോൾ എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്തിരിക്കണം? സെയിൽസ് നടന്നിട്ടുണ്ടെങ്കിൽ ലെസ് ചെയ്യണം, പർച്ചേസ് നടന്നിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യണം, ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ ലെസ് ചെയ്തിരിക്കണം. അപ്പോൾ നമുക്കിവിടെ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ കാര്യം എടുക്കാം. സെയിൽസ് നടന്നിട്ടുണ്ടോ എന്ന് നോക്കി നോക്കാം. സെയിൽസ് നടന്നിട്ടുണ്ടെങ്കിൽ റെസിപ്റ്റ് സൈഡിൽ തന്നിട്ടുണ്ടായിരിക്കും. സെയിൽസ് ഒന്നും നടന്നിട്ടില്ല. ഇനി ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ പർച്ചേസ് ഉണ്ടോ എന്ന് നോക്കി നോക്കാം. പേയ്മെൻറ്റ് സൈഡിലായിരിക്കും. ഇവിടെ പർച്ചേസ് ചെയ്തതിനെ കുറിച്ചൊന്നും പറയണില്ല. ഡിപ്രീസിയേഷനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതി 25,000. അങ്ങനെ തന്നെ ഇവിടെ എഴുതിയിരിക്കണം. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതിയിരിക്കണം. നെക്സ്റ്റ് വൺ, ഫർണിച്ചർ 2,600. ഫർണിച്ചറിൽ സെയിൽസും പർച്ചേസും ഡിപ്രീസിയേഷൻ നോക്കി നോക്കാം. സെയിൽസ് നടന്നതിനെ കുറിച്ച് റെസിപ്റ്റ് സൈഡിലൊന്നും പറഞ്ഞിട്ടില്ല. പർച്ചേസ് നടന്നതിനെ കുറിച്ച് പേയ്മെൻറ്റ് സൈഡിൽ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 26,500 ആണ്. ഡിപ്രീസിയേഷനെ കുറിച്ചൊന്നും പറയണില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ഓപ്പണിംഗ് ഫർണിച്ചർ 2,600, ആഡ് പർച്ചേസസ് 26,500. ഡിപ്രീസിയേഷനോ സെയിൽസോ ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ട് അതും അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. നെക്സ്റ്റ് വൺ, ബുക്സ് 6,200. ഓപ്പണിങ്ങിൽ തന്നിരിക്കുന്നത് 6,200. ഇനി ഇതിൽ ബുക്സിൻ്റെ കാര്യത്തിലും സെയിൽസും പർച്ചേസും ഉണ്ടോ എന്ന് നോക്കി നോക്കണം. ഇവിടെ റെസിപ്റ്റ് സൈഡിൽ സെയിൽസ് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? സെയിൽ ഓഫ് ഓൾഡ് ബുക്സ് കിട്ടിയ എമൗണ്ട് എത്ര? 2,000. അതിൻ്റെ കോസ്റ്റ് അല്ലെങ്കിൽ ബുക്ക് വാല്യൂ എത്രയായിരുന്നു? 3,200 ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? ബുക്സ് ലോസിലാണ് വിറ്റിരിക്കുന്നത്. കാരണം വിറ്റ് കിട്ടിയ എമൗണ്ട് 2,000 ആണ്. അതിൻ്റെ കോസ്റ്റ് 3,200 ആണ്. അപ്പോൾ എത്ര രൂപ നഷ്ടം വന്നു? 1,200 നഷ്ടം വന്നു. അപ്പോൾ ആ ലോസ് ഓൺ സെയിൽ ഓഫ് ബുക്സ് 1,200 എവിടെ എഴുതണം? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതണം. ഇനി ബുക്സ് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എങ്ങനെ എഴുതാം? ഓപ്പണിംഗ് ബുക്സ് 6,200 ലെസ് സെയിൽ ഓഫ് ബുക്സ്. എത്രയാണ് ലെസ് ചെയ്യേണ്ടത്? 3,200. ബുക്ക് വാല്യൂ ആയിരിക്കണം എപ്പോഴും ലെസ് ചെയ്യുക. ഇനി പർച്ചേസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക. ഇവിടെ പേയ്മെൻറ്റ് സൈഡിൽ പർച്ചേസ് ഓഫ് ബുക്സ് തന്നിട്ടുണ്ട് 13,000. അപ്പോൾ ആഡ് ബുക്സ് 13,000. നെറ്റ് എമൗണ്ട് ആയിരിക്കണം ഔട്ടർ കോളത്തിൽ എഴുതേണ്ടത്. ഡിപ്രീസിയേഷനെ കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞു. ഇനി ജസ്റ്റ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് നോക്കാം. ബാലൻസ് ബ്രോഡ് ഡൗൺ, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് ആയിരിക്കും ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതാം. സബ്സ്ക്രിപ്ഷൻ, സെയിൽ ഓഫ് ഓൾ ബുക്സ് ഒക്കെ കഴിഞ്ഞതാണ്. റെൻറ്റ് ഫ്രം യൂസ് ഓഫ് ഹാൾ, അത് റവന്യൂ റെസിപ്റ്റ്സ്. സെയിൽ ഓഫ് ന്യൂസ് പേപ്പർ, റവന്യൂ റെസിപ്റ്റ്. പ്രോഫിറ്റ് ഫ്രം എൻ്റർടൈൻമെൻറ്റ്, റവന്യൂ റെസിപ്റ്റ്. പേയ്മെൻറ്റ് സൈഡ് ജനറൽ എക്സ്പെൻസസ്, റവന്യൂ പേയ്മെൻറ്റ്. സാലറി കഴിഞ്ഞതാണ്. പോസ്റ്റേജ്, റവന്യൂ പേയ്മെൻറ്റ്സ്. ഇലക്ട്രിസിറ്റി ചാർജസ്, റവന്യൂ പേയ്മെൻറ്റ്. ഫർണിച്ചർ, ബുക്സ് ഒക്കെ കഴിഞ്ഞതാണ്. ന്യൂസ് പേപ്പർ 600. ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കാം, ഇവിടെ ന്യൂസ് പേപ്പർ പേയ്മെൻറ്റ് സൈഡിൽ 600 തന്നിട്ടുണ്ട്, സെയിൽസിൽ 400 തന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഇവിടെ രണ്ട് രീതിയിൽ എഴുതാം. ഒന്ന് ന്യൂസ് പേപ്പർ എക്സ്പെൻഡിച്ചർ സൈഡിൽ 600 എഴുതിയിട്ട് ഇൻകം സൈഡിൽ 400 എന്ന് എഴുതാം. അല്ലെങ്കിൽ നെറ്റ് എമൗണ്ട് എഴുതിയാൽ മതി. നെറ്റ് എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസ് പേപ്പറിൻ്റെ എക്സ്പെൻസസ് 600 ആണ്, അതിൽ സെയിൽ നടത്തി കിട്ടിയ എമൗണ്ട് 400 ആണ്. അപ്പോൾ ഇവിടെ നഷ്ടത്തിലാണ് സെയിൽ നടത്തിയിരിക്കുന്നത്. എത്ര രൂപ നഷ്ടം വരുന്നത്? 200. അപ്പോൾ ആ 200 എവിടെ എഴുതിയാൽ മതി? എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതിയാൽ മതി. അപ്പോൾ ന്യൂസ് പേപ്പർ രണ്ട് രീതിയിൽ എഴുതാം. ഒന്ന് ന്യൂസ് പേപ്പറിൻ്റെ പേയ്മെൻറ്റ്സ് എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതാം, സെയിൽസ് ഇൻകം സൈഡിൽ, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. അല്ലെങ്കിൽ സെയിൽസിൽ നിന്നും എക്സ്പെൻസസ് മൈനസ് ചെയ്ത് നെറ്റ് എമൗണ്ട് എഴുതാം. അതായത് പർച്ചേസ് ചെയ്തിരിക്കുന്നത് 600-ലാണ്, സെയിൽ നടത്തിയിരിക്കുന്നത് 400-ലാണ്. അപ്പോൾ അവിടെ നഷ്ടമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതുന്നതിന് പകരം ലോസ് 200 അത് മാത്രം എടുത്ത് എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതാം. അങ്ങനെ രണ്ട് രീതിയിലും എഴുതാം. എങ്ങനെ എഴുതിയാലും സെയിം ആൻസർ തന്നെ. മീറ്റിംഗ് എക്സ്പെൻസസ്, റവന്യൂ പേയ്മെൻറ്റ്സ്. TV സെറ്റ് ക്യാപിറ്റൽ പേയ്മെൻ്റ് ആണ് അസറ്റ് സൈഡിൽ എഴുതുക. ബാലൻസ് ക്യാരി ഡൗൺ, ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതാം. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 49.
NCERT, page number 58, exercise 18. Following is the receipts and payments account of Women's Welfare Club for the year entered 31st December 2017. അപ്പോൾ ഇവിടുത്തെ കറൻറ്റ് ഇയർ 1st January 2017 to 31st December 2017. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടും അഡ്ജസ്റ്റ്മെൻറ്റും വായിച്ചു നോക്കാം. നമുക്കിപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ നിന്ന് തുടങ്ങാം. ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് അതായത് അഡീഷണൽ ഇൻഫോർമേഷൻസ് കോളം വൈസാണ് തന്നിരിക്കുന്നത്. 3 കോളാണ്. ഫസ്റ്റ് വൺ പെർട്ടിക്കുലർ, സെക്കൻഡ് വൺ ഓപ്പണിംഗ് ഡേറ്റ്, തേർഡ് കോളം ക്ലോസിംഗ് ഡേറ്റ്. അപ്പോൾ നമുക്കിവിടെ ഓപ്പണിംഗ് ഏതാ ക്ലോസിംഗ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓപ്പണിംഗ് ഡേറ്റിൽ തന്നിട്ടുള്ള എല്ലാം എവിടെ എഴുതിയിരിക്കണം? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതിയിരിക്കണം. അപ്പോൾ ഏതൊക്കെയാണ് ഓപ്പണിംഗ് ഡേറ്റിൽ തന്നിരിക്കുന്നത്? 1/1/2017 എന്നുള്ള കോളത്തിൽ തന്നിരിക്കുന്നത് എല്ലാം ഏതാണ്? ഓപ്പണിംഗ് ബാലൻസുകളാണ്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതേണ്ടത് എന്തൊക്കെയാണ്? ഈ 1/1/2017 തന്നിരിക്കുന്ന എല്ലാ എമൗണ്ട് എഴുതിയിരിക്കണം, പ്ലസ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് തന്നിരിക്കുന്ന ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ്. അത്രയാണ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതേണ്ടത്. അതുപോലെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതുമ്പോൾ 31st December 2017 തന്നിട്ടുള്ള എല്ലാ ബാലൻസുകളും എഴുതിയിരിക്കണം, പ്ലസ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിലെ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് എഴുതിയിരിക്കണം. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ തന്നെ ക്യാപിറ്റലൈസ് ചെയ്യേണ്ട ഐറ്റംസ് എഴുതിയിരിക്കണം. അസറ്റ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും എഴുതിയിരിക്കണം. അപ്പോൾ ഇവിടെ ഓരോ ഐറ്റത്തിനെയും അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കാം. ഔട്ട്സ്റ്റാൻഡിങ് സാലറി, ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി 1200. അതെന്ത് ചെയ്യാം? ലെസ് ചെയ്യാം. ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി ആഡ് ചെയ്യാം. പ്രീപെയ്ഡ് ഇൻഷുറൻസ് ഓപ്പണിംഗ് ആഡ് ചെയ്യുക, ക്ലോസിംഗ് ലെസ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഓപ്പണിംഗ് ലെസ് ചെയ്യുക, ക്ലോസിംഗ് ആഡ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓപ്പണിംഗ് ആണ്, ഓപ്പണിംഗ് ആഡ് ചെയ്യുക, ക്ലോസിംഗ് ലെസ് ചെയ്യുക. ഇലക്ട്രിസിറ്റി ചാർജ് ഔട്ട്സ്റ്റാൻഡിങ് ഓപ്പണിംഗിൽ തന്നിട്ടില്ല, ക്ലോസിങ്ങിലുള്ളത് ആഡ് ചെയ്യുക. സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം, ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യണം. അടുത്തത് എക്യുപ്മെൻറ്റ്സ് 25,600, ക്ലോസിംഗ് തന്നിരിക്കുന്നത് 50,200. ഈ എക്യുപ്മെൻറ്റ്സ് ബിൽഡിംഗ്, ഈ 2 കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പ്രത്യേകമായിട്ട് അതിൻ്റെ കാൽക്കുലേഷൻ കാണിക്കുന്നത്. അതായത് ഓപ്പണിങ്ങിലുണ്ടായിരുന്ന എക്യുപ്മെൻറ്റ്സ് എത്രയായിരുന്നു? 25,600 ആയിരുന്നു. അപ്പോൾ അതെവിടെ എഴുതണം? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതണം. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യാറ്? ഓപ്പണിങ്ങിൻ്റെ കൂടെ സെയിൽസ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യും, പർച്ചേസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യും, ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ ലെസ് ചെയ്യും. അങ്ങനെ കിട്ടുന്ന നെറ്റ് എമൗണ്ടാണ് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതാറ്. ഇവിടെ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം ഡയറക്റ്റായിട്ട് തന്നിരിക്കുകയാണ് 50,200. അതായത് എക്യുപ്മെൻറ്റ്സിൻ്റെ ക്ലോസിംഗ് ബുക്ക് വാല്യൂ എത്രയാണ്? 50,200. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതുമ്പോൾ മുകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഒന്നും തന്നെ കാണിക്കേണ്ട കാര്യമില്ല. നേരിട്ട് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എക്യുപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എത്ര എഴുതാം? 50,200 എഴുതാം. അതേസമയം ഇങ്ങനെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും തരുമ്പോൾ ഇവർ എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് ചെയ്തിരിക്കുന്നതെന്നുള്ളത് നമുക്കൊന്ന് റഫായിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി നോക്കാം. തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ വെച്ച്, തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ എക്യുപ്മെൻറ്റ്സിൻ്റെ സെയിൽസ് നടന്നിട്ടുണ്ടോ, പർച്ചേസ് നടന്നിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അവർ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് നോക്കി നോക്കാം. അതിന് മുമ്പ് എക്യുപ്മെൻറ്റ്സിൻ്റെ സെയിൽസോ പർച്ചേസ് ഉണ്ടോ എന്ന് നോക്കി നോക്കാം. സെയിൽസ് ഉണ്ടെങ്കിൽ റെസിപ്റ്റ് സൈഡിലായിരിക്കും. ഇവിടെ സെയിൽസ് നടന്നതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഈ പർച്ചേസ് നോക്കി നോക്കാം. പർച്ചേസ് എപ്പോഴും പേയ്മെൻറ്റ് സൈഡിലായിരിക്കും. ഇവിടെ എക്യുപ്മെൻറ്റ്സ് എത്രയാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്? 30,000 ആണ്. അപ്പോൾ എക്യുപ്മെൻറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം സെയിൽസും ഇവിടെ തന്നിട്ടില്ല, അതേസമയം പർച്ചേസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കി നോക്കാം. എക്യുപ്മെൻറ്റ്സിൻ്റെ ഓപ്പണിംഗ് എത്രയാണ്? 25,600. ആഡ് പർച്ചേസസ് 30,000. അപ്പോൾ ടോട്ടൽ എക്യുപ്മെൻറ്റ്സിൻ്റെ വാല്യൂ എത്രയാണ്? 55,600 ആണ്. അതേസമയം അവർ പറഞ്ഞിരിക്കുകയാണ് എക്യുപ്മെൻറ്റ്സിൻ്റെ ക്ലോസിംഗ് ബുക്ക് വാല്യൂ എത്രയാണ്? 50,200 ആണ്. അതായത് ടോട്ടൽ 55,600 ആയിരുന്നു. ക്ലോസിംഗ് ഡേറ്റിൽ അവർ കാണിച്ചിരിക്കുന്നത് എത്രയാണ്? 50,200 ആണ്. അതായത് അതിൻ്റെ എമൗണ്ട് കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നും നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഇവിടെ എമൗണ്ട് കുറഞ്ഞെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം? ഒന്നുകിൽ സെയിൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ ആയിരിക്കാം. സെയിൽസാണ് നടന്നിരിക്കുന്നതെങ്കിൽ റെസിപ്റ്റ് സൈഡ് തരുമായിരുന്നു, അത് നടന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഈ എമൗണ്ട് ഇവിടെ കുറഞ്ഞിരിക്കുന്നത് ഡിപ്രീസിയേഷൻ കാരണമാണ്. അപ്പോൾ എത്ര എമൗണ്ടാണ് കുറഞ്ഞിരിക്കുന്നത്? 5,400. അതായത് 55,600 മൈനസ് 50,200, ദാറ്റ് ഈസ് 5,400.
അപ്പോൾ ആ 5400 നമ്മൾ എന്തായിട്ടെടുത്തു? ഡിപ്രീസിയേഷനായിട്ടെടുത്തു. അപ്പോൾ ഈ ഡിപ്രീസിയേഷൻ നമ്മൾ എവിടെ കാണിക്കണം? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതിയിരിക്കണം. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ഈ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഒന്നും തന്നെ കാണിക്കേണ്ട കാര്യമില്ല. അതിൻ്റെ ക്ലോസിംഗ് ബുക്ക് വാല്യൂ എത്രയാണ്? 50,200. അത് നേരിട്ട് എഴുതിയാൽ മതി. നെക്സ്റ്റ് വൺ ബിൽഡിംഗ്. ബിൽഡിങ്ങിൻ്റെ ഓപ്പണിംഗ് വാല്യൂ 1,20,000 ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതാം. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതേണ്ടത് എത്രയാണ്? 1,14,000 ആണ്. ഇവിടെയും നമ്മൾ നോക്കിയിരിക്കണം, പർച്ചേസ് സെയിൽസ് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ, അവരത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കി നോക്കാം. അപ്പം അതിന് മുമ്പ് ബിൽഡിങ്ങിൻ്റെ സെയിൽസോ പർച്ചേസോ നോക്കി നോക്കാം. റെസീപ്റ്റ് സൈഡിൽ ബിൽഡിങ് സെയിൽ നടത്തിയതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പേയ്മെൻറ്റ് സൈഡിൽ പർച്ചേസ് ചെയ്തതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ സെയിൽസോ പർച്ചേസോ ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് അവിടെ റേറ്റ് കുറഞ്ഞിരിക്കണമെന്ന് നോക്കി നോക്കാം. അതായത് ബിൽഡിങ്ങിൻ്റെ ഓപ്പണിംഗ് വാല്യൂ എത്രയായിരുന്നു? 1,20,000 ആണ്. ക്ലോസിംഗ് വാല്യൂ 1,14,000. അപ്പോൾ ഇവിടെ കുറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ഡിപ്രീസിയേഷൻ കൊടുത്തതുകൊണ്ടായിരിക്കും എമൗണ്ട് കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡിപ്രീസിയേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 1,20,000 മൈനസ് 1,14,000 ദാറ്റ് ഈസ് 6,000. അപ്പോൾ ഈ ഡിപ്രീസിയേഷൻ എവിടെ കാണിക്കണം? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതാം. ബാലൻസ് ഷീറ്റിൽ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എത്ര എഴുതിയാൽ മതി? ബിൽഡിംഗ് 1,14,000. വേറെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും നമ്മളവിടെ കാണിക്കേണ്ട കാര്യമില്ല. കാരണം അവിടെ വാല്യൂ ബുക്ക് വാല്യൂ ക്ലോസിങ്ങിലുള്ള ബുക്ക് വാല്യൂ എത്രയാണെന്നുള്ളത് ഡയറക്റ്റായിട്ട് തന്നിരിക്കുകയാണ്. അപ്പോൾ പർച്ചേസ് സെയിൽസോ ഡിപ്രീസിയേഷൻ ഇതൊന്നും സെപ്പറേറ്റ് ആയിട്ട് കാണിക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഓടിച്ച് വായിക്കാം. ബാലൻസ് ബ്രോട്ട് ഡൗൺ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്. സബ്സ്ക്രിപ്ഷൻ കഴിഞ്ഞതാണ്. ഡൊണേഷനെ കുറിച്ച് ഒന്നും പറയണില്ല. അപ്പോൾ ഇത് ഇൻകം സൈഡിലെടുക്കാം. ഗ്രാൻഡ് ഫ്രം ഗവൺമെൻറ് ഇവിടെയും ഒന്നും പറയണില്ല. അപ്പോൾ അത് റവന്യൂ റെസിപ്റ്റ് ആയിട്ട് എടുക്കാം. സെയിൽ ഓഫ് ന്യൂസ് പേപ്പർ റവന്യൂ റെസിപ്റ്റ്സ്. നേരത്തെ പറഞ്ഞതുപോലെ എക്സ്പെൻഡിച്ചർ സൈഡിൽ തന്നിട്ടുണ്ടെങ്കിൽ എക്സ്പെൻഡിച്ചറിൽ നിന്നും ലെസ് ചെയ്ത് എഴുതാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. പ്രൊസീഡ്സ് ഓഫ് ചാരിറ്റി ഷോ റവന്യൂ റെസിപ്റ്റ്സ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 10% ഫോർ ഫുൾ ഇയർ 7,000. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മുൻപത്തെ ഒരു പ്രോബ്ലത്തിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. അതായത് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് അഡീഷണൽ ഇൻഫോർമേഷനിലൊന്നും തന്നെ തന്നിട്ടില്ല. ഓപ്പണിങ്ങിലോ ക്ലോസിങ്ങിലോ തന്നിട്ടില്ല. പേയ്മെൻറ്റ് സൈഡിലും ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ് ചെയ്തതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ക്ലബിന് ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവർക്ക് ഇൻട്രസ്റ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് തന്നിരിക്കുന്ന ഇൻഫോർമേഷനിൽ മനസ്സിലായി ഈ ക്ലബിന് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. എത്ര രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒന്നും തരാത്തതുകൊണ്ട് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 10% ഫോർ ഫുൾ ഇയർ 7,000. അപ്പോൾ ഇവർക്ക് ഉണ്ടായിരുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റേറ്റ് ഇൻട്രസ്റ്റ് എത്രയായിരുന്നു? 10% ആയിരുന്നു. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടുമേ 10% വെച്ച് അവർക്ക് ഒരു വർഷത്തേക്ക് എത്ര രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും 7,000. അപ്പോൾ അതിൽ നിന്നും എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെന്ന് നോക്കി നോക്കാം. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ അറിയാത്തതുകൊണ്ട് നമ്മളതിനെ എന്തായിട്ടെടുത്തു? എക്സ് ആയിട്ട് എടുത്തു. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? എക്സ് ഇൻറ്റു 10/100. അപ്പോൾ അവർക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 7,000 ആണ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഈ 10/100 എന്നുള്ളത് എന്ത് ചെയ്താൽ മതി? റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ മതി. അപ്പോൾ അതെന്തായിട്ട് മാറും? 100/10 ആയിട്ട് മാറും. അതായത് വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഈക്വൽ ടു 7,000 ഇൻറ്റു 100/10 ദാറ്റ് ഈസ് 70,000. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 70,000. ഇനി നമ്മുടെ സംശയം അത് ഓപ്പണിംഗ് ആണോ ക്ലോസിംഗ് ആണെന്നുള്ളതാണ്. ക്ലോസിംഗ് ആയിരുന്നെങ്കിൽ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ഒക്കെ ഉള്ള തരുമായിരുന്നു. അത് തന്നിട്ടില്ല. അപ്പോൾ ഇതിനെ എന്തായിട്ട് എടുക്കണം? ഓപ്പണിങ്ങിനായിട്ട് എടുക്കുക. കാരണം ഓപ്പണിങ്ങിൽ ഉണ്ടായിരുന്നാലല്ലേ ഒരു വർഷത്തേക്ക് ഫുൾ ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ 70,000 എന്ന് പറയുന്നത് ഏതാണ്? ഓപ്പണിംഗ് വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ എവിടെ എഴുതിയിരിക്കണം? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എഴുതിയിരിക്കണം. അതുപോലെ തന്നെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽ നടത്തിയതിനെ കുറിച്ച് റെസിപ്റ്റ് സൈഡിലൊന്നും പറയണില്ല. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോഴും ക്ലബിൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് 70,000 ഇൻവെസ്റ്റ്മെൻറ്റ് എവിടെയും കൂടി കാണിക്കണം? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എഴുതാം.
അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് 70,000 എഴുതാം. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ സെയിൽ നടക്കാത്ത കാരണം കൊണ്ട് വീണ്ടും ഇൻവെസ്റ്റ്മെൻറ്റ് 70,000 എന്ന് എഴുതാം. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്യണം? റവന്യൂ റെസിപ്റ്റ് ആയിട്ട് എടുക്കാം. സൺട്രീസ് ഇൻകം, റവന്യൂ റെസിപ്റ്റ്സ്. പേയ്മെൻറ്റ് സൈഡ് നോക്കുക. സാലറി പറഞ്ഞു കഴിഞ്ഞതാണ്, സ്റ്റേഷനറി പറഞ്ഞതാണ്, ഇലക്ട്രിസിറ്റി ചാർജസ് പറഞ്ഞതാണ്, ഇൻഷുറൻസ് കഴിഞ്ഞതാണ്, എക്യുപ്മെൻറ്റ്സ് പറഞ്ഞു, പെറ്റി എക്സ്പെൻസസ് റവന്യൂ പേയ്മെൻ്റ് ആണ്, എക്സ്പെൻസസ് ഓൺ ചാരിറ്റി ഷോ റവന്യൂ പേയ്മെൻറ്റ്സ്, ന്യൂസ് പേപ്പർ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകിൽ സെയിൽ ഓഫ് ന്യൂസ് പേപ്പർ 300 തന്നിട്ടുണ്ട്, അപ്പോൾ 1000 മൈനസ് 300 എന്ന് എഴുതാം. അപ്പോഴും ഇവിടെ ലോസാണ് വരുന്നത്. അപ്പോൾ ലോസ് ഓൺ സെയിൽ ഓഫ് ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞ് 700 എവിടെ എഴുതാം? എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതാം. അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ സൈഡിൽ ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞ് 1000 എഴുതാം. ഇൻകം സൈഡിൽ സെയിൽ ഓഫ് ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞ് 300 എഴുതാം. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതാം.